ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ റെസിപ്പിയാണ്. നമ്മുടെ വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ്. നമുക്ക് വീട്ടിലൊക്കെ വാഴയൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് വാഴക്കൂമ്പൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ വാഴക്കൂമ്പൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറച്ച് തൊലികളൊന്നും നമുക്ക് കളഞ്ഞെടുക്കാം. മേലുള്ള ഒരു 2-4 പോളം ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ അത് ഓരോന്നായിട്ട് ഇങ്ങനെ കളഞ്ഞെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ്, നല്ല ടേസ്റ്റുമാണ്. വീട്ടിലൊക്കെ നമുക്ക് കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കഴിക്കാനും നല്ലൊരു സംഭവമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു 4-5 പോളൊക്കെ ഒന്നിങ്ങനെ കളഞ്ഞെടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കാം. തീരെ പൊടിയായിട്ടാണ് ഇത് അരിയേണ്ടത്. അപ്പോൾ ഇങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കാം. കുറച്ച് കറ ഉണ്ടാവും ഇതിന്, പെട്ടെന്ന് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാം നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ കളറ് പെട്ടെന്ന് ചേഞ്ച് ആവും. അപ്പോൾ എല്ലാം ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അതിന് കറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം തിരുമ്മിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മുമ്പോൾ അതിന്മേൽ ഉണ്ടാകുന്ന ചെറിയ നാര് അതൊക്കെ ഇങ്ങനെ എടുക്കാൻ കിട്ടും. അതൊക്കെ നമുക്ക് മാറ്റാം. അങ്ങനെ കൈയുടെ അറ്റത്ത് ഇങ്ങനെ വരും, അതിങ്ങനെ നമുക്ക് മാറ്റിയിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഒന്ന് ചുവന്നിട്ടൊക്കെ ഒന്ന് വന്നാൽ മതി. നമുക്കതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇത് ചേർത്ത് കൊടുക്കാം. വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം. അത് ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കഴുകിയെടുത്താൽ നമ്മൾ ഓൾറെഡി കഴുകിയിട്ടാണ് അത് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ആ ടൈമിൽ ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു കപ്പൊക്കെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരുപാട് തേങ്ങ ചേർത്ത് കൊടുക്കണ്ട, അപ്പോൾ തേങ്ങയുടെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും. ഇനി 2 പച്ചമുളകും കുറച്ച് ഒരു 8-10 ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ജീരകം വേണമെങ്കിൽ ചേർക്കാം, ചെറിയ ജീരകം. എനിക്കതിൻ്റെ ഒരു ഫ്ലേവർ താല്പര്യമില്ലാത്തതുകൊണ്ട്, അപ്പോൾ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് വേണ്ടാന്നുള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ്. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് പയറോ ചെറുപയറോ അല്ലെങ്കിൽ പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇത് മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിന് കൂടെ പരിപ്പൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ്, അത് വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു അരപ്പ് ചേർക്കുന്ന ടൈമിൽ അപ്പോൾ നമുക്ക് ആ പരിപ്പും വേവിച്ച് വെച്ച പരിപ്പുണ്ടെങ്കിൽ അത് ചെറുപയറൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് മാത്രമായിട്ടാണ് തോരൻ വെക്കുന്നത്. നമ്മൾ അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് അരപ്പൊക്കെ ഒന്ന് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ 2 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടാണ്, വെള്ളമൊക്കെ വറ്റി നന്നായിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, ഇത് നല്ല ഹെൽത്തിയുമാണ്. നമുക്ക് അത്രയും ഉണ്ടാക്കാനും അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. വീട്ടിലിങ്ങനെ വാഴക്കൂമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട്
നമുക്കിത് ഉപയോഗിക്കാം. എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയില്ല, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ ഹെൽത്തിയും ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പരിപ്പും പയറൊക്കെ അങ്ങനെ ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനെ വെറുതെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. രണ്ടും രണ്ട് ടൈപ്പ് ടേസ്റ്റാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ വാഴയൊക്കെ ഉണ്ടെങ്കിൽ, വാഴക്കൂമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.